നേഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KP ചായ് ഇനി മുതൽ ഇന്ത്യയിലും 30ാമത് ഔട്ട്ലെറ്റ് നാദാപുരത്ത് പ്രവർത്തനം തുടങ്ങി. നാദാപുരത്ത് സഹയാത്രികയുടെ സ്വർണമാല കവർന്ന യുവതി പിടിയിൽ. നാമച്ചി നഗർ സ്വദേശി മുത്തുമാരിയാണ് നാദാപുരം പോലീസിന്റെ പിടിയിലായത്. നാദാപുരം ആശുപത്രി മതിലിന്റെ കല്ലുകളും മരവസ്തുക്കളും കാണാതായതിന്റെ പിന്നിൽ ആരെന്ന ആക്ഷേപം ഉയരുന്നു. ജീവൻ പണയം വെച്ച് യാത്രക്കാർ. പാതി പൊളിച്ച കെട്ടിടങ്ങൾ കല്ലാച്ചിയിൽ അപകട ഭീഷണിയാകുന്നു. വീട്ടമ്മയുടെ മനസ്സിൽ രൂപപ്പെട്ട ആശയങ്ങൾ ചിറകുകളായി രൂപപ്പെട്ടതാണ് പ്രീതി രാധേഷ് വളയത്തിന്റെ പ്രദർശനത്തിനൊരുക്കിയ ചിത്രങ്ങളെന്ന് ഷാഫി പറമ്പിൽ MP. വാർത്തകൾ വിശദമായി. UAE-യിലെ പ്രമുഖ ബിസിനസ് ശൃംഖലയായ KP ഗ്രൂപ്പിന് കീഴിലുള്ള KP ചായയുടെ ഇന്ത്യയിലെ ആദ്യ ബ്രാഞ്ച് നാദാപുരം KP സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വ്യാപാര മേഖലകളിലെ പ്രമുഖരും പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി അധ്യക്ഷനായി. സ്വാമി ആത്മദാസ് യമി, MA റസാഖ് മാസ്റ്റർ, TT ഇസ്മായിൽ, സൂപ്പി നരിക്കാട്ടേരി, പാറക്കൽ അബ്ദുള്ള, CK സുബൈർ, RB കുട്ടി ഹസൻ ദാരിമി, മുസ്തഫ ഹുദവി ആക്കോട്, ബംഗ്ലത്ത് മുഹമ്മദ്, NK മൂസ മാസ്റ്റർ, A ആമിന ടീച്ചർ, P ഷാഹിന, ഇബ്രാഹിം എളേറ്റിൽ, ഇബ്രാഹിം മുറിച്ചാണ്ടി, സൂപ്പി പാതിരിപ്പറ്റ, TK അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ദുബായിലെ ജനങ്ങൾ അവരുടെ ഇഷ്ടപ്പെട്ട ചായ് സ്പോട്ടായി സ്നേഹത്തോടെ സ്വീകരിച്ചതാണ് KP ചായയുടെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന രഹസ്യമെന്നും ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സംരംഭം ജന്മനാട്ടിൽ തുടങ്ങുന്നതിൽ അഭിമാനമുണ്ടെന്നും KP ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KP മുഹമ്മദ് പറഞ്ഞു. കറക്റ്റ് ചായ്, സ്പെഷ്യൽ ഗ്രിൽ ആൻഡ് സാൻഡ്വിച്ച്, ബർഗർ, പാസ്ത ഉൾപ്പെടെ ഒതന്റിക് അറബിക് കോണ്ടിനെന്റൽ വിഭവങ്ങളും അതിലുപരി ഗോൾഡൻ ചായയും നമ്മുടെ നാട്ടിലും ലഭ്യമാക്കാൻ സാധിക്കുന്നു എന്നതാണ് KP ചായയുടെ പ്രത്യേകത. മീറ്റിംഗുകൾ, ബർത്ത്ഡേ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ തുടങ്ങിയവയ്ക്കായി സജ്ജീകരിച്ച KP's പാർട്ടി ഹാളും ഇവിടെ ലഭ്യമാണ്. ബിസിനസിനോടൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങൾക്കും KP ഗ്രൂപ്പ് മുൻതൂക്കം നൽകുന്നുണ്ട്. 20 വർഷത്തോളമായി UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KP ഗ്രൂപ്പിന് കീഴിൽ KP മാർട്ട് എന്ന പേരിൽ 11 സൂപ്പർ മാർക്കറ്റുകളും ഫോർ സ്ക്വയർ എന്ന പേരിൽ 7 റെസ്റ്റോറന്റുകളും കൂടാതെ KP ഇന്റർനാഷണൽ ജനറൽ ട്രേഡിംഗ്, KP മൊബൈൽസ്, ഗ്രീൻ സോഫ്റ്റ് ടെക്നോളജീസ്, റിയൽ എസ്റ്റേറ്റ് എന്നീ രംഗത്തും സാന്നിധ്യമുണ്ട്. നാദാപുരത്ത് സഹയാത്രികയുടെ സ്വർണമാല കവർന്ന യുവതി പിടിയിൽ. നമാച്ചി നഗർ സ്വദേശി മുത്തുമാരിയാണ് നാദാപുരം പോലീസിന്റെ പിടിയിലായത്. വടകര തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന ഹനാൻ എന്ന ബസ്സിൽ വെച്ചാണ് മോഷണം നടന്നത്. തമിഴ്നാട് സ്വദേശിയായ യുവതി സഹയാത്രികയുടെ 3 പവൻ വരുന്ന സ്വർണമാല മോഷ്ടിക്കുകയായിരുന്നു. ഷാൾ കൊണ്ട് മറിച്ച് അതിവിദഗ്ധമായാണ് മോഷണം നടത്തിയത്. ഈ മോഷണം മറ്റൊരു സ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ബഹളം വെച്ചതിനെ തുടർന്ന് മറ്റുള്ള യാത്രക്കാരും ബസ് ജീവനക്കാരും ഇടപെടുകയായിരുന്നു. ബസ് അവിടെ നിർത്തുകയും തുടർന്ന് നാദാപുരം പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വിശദമായ ദേഹപരിശോധന നടത്തിയപ്പോഴാണ് യുവതിയിൽ നിന്ന് സഹയാത്രികയായ വയോധികയുടെ സ്വർണമാല കണ്ടെത്തിയത്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ ബസ്സിലെ CCTV-യിൽ പതിഞ്ഞിരുന്നു. യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. യുവതിക്കെതിരെ മറ്റു കേസുകൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. അറ്റകുറ്റപ്പണിയുടെ പേരിൽ നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ലക്ഷങ്ങൾ പാഴാക്കുന്നതായി ആക്ഷേപം ഉയരുന്നതിനിടെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയുടെ ചുറ്റുമതിലിന്റെ ചെങ്കല്ലുകളും കെട്ടിടങ്ങളിലെ മര ഉരുപ്പടികളും കടത്തിക്കൊണ്ടുപോയതായും ആക്ഷേപം. സിമന്റ് കട്ട ഉപയോഗിച്ച് പുനർനിർമ്മിച്ച ചുറ്റുമതിലിന്റെ ചെങ്കല്ലുകൾ ഇവിടെ കാണാനില്ല. ഇതോടൊപ്പം പഴയ ബിൽഡിംഗിന്റെ മരത്തിന്റെ ഉരുപ്പടികളും ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതായി സംശയിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. നാദാപുരം മണ്ഡലം കമ്മിറ്റി മെഡിക്കൽ സൂപ്രണ്ടിന് ഇത് സംബന്ധിച്ച നിവേദനം സമർപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VV റിനീഷ്, KTK അശോകൻ, PP മൊയ്തു, AP ജയേഷ്, അബ്ദുൾ റാഷിദ് കക്കാടൻ തുടങ്ങിയവർ നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ കാൽനട യാത്രക്കാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വ്യാപാരികൾ എല്ലാവരും ആശങ്കയിലാണ്. തലയ്ക്ക് മീതെ പതിയിരിക്കുന്ന അപകടമോർത്ത്. പാതി പൊളിച്ച കെട്ടിടങ്ങൾ കല്ലാച്ചിയിൽ അപകട ഭീഷണിയാകുന്നു.
സംസ്ഥാന പാതയോരത്തെ പഴയ കെട്ടിടങ്ങളാണ് ഏത് സമയവും നിലം പൊത്താവുന്ന അവസ്ഥയിലുള്ളത്. കല്ലാച്ചി ടൗൺ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി സംസ്ഥാന പാതയുടെ ഇരുവശവും 1.5 മീറ്റർ വീതം വീതി കൂട്ടി ഡ്രൈനേജുകൾ ആധുനിക രീതിയിൽ നിർമ്മിക്കാനുള്ള പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. സൗജന്യമായാണ് കെട്ടിട ഉടമകളായ സ്വകാര്യ വ്യക്തികളും പഞ്ചായത്തും ഭൂമി വിട്ടു നൽകിയത്. എന്നാൽ ചില വ്യാപാരികളും കെട്ടിട ഉടമകളും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിയമ തടസ്സം നേരിടുന്ന കെട്ടിടങ്ങളാണ് ഇനിയും പൊളിച്ചു മാറ്റാനുള്ളത്. കല്ലാച്ചി കോർട്ട് റോഡ് ജംഗ്ഷന് സമീപത്തെ ഓടുമേഞ്ഞ ഇരുനില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം ഉടമ തന്നെ പൊളിച്ച് മേൽക്കൂര നീക്കിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായും പൊളിച്ചു മാറ്റാത്തതാണ് വലിയ അപകട സാധ്യത ഉയർത്തുന്നത്. മഴ പെയ്യുന്നതോടെ കെട്ടിടത്തിൽ വെള്ളം നിറഞ്ഞ് കെട്ടിടം തകർന്ന റോഡിലേക്ക് പതിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇതിന് സമീപത്താണ് ഓട്ടോ ടാക്സി സ്റ്റാൻഡ്. തങ്ങളുടെ ജീവനോപാധിയായ ഓട്ടോറിക്ഷയും ജീവനും പണയം വെച്ചാണ് ഇവർ ഇവിടെ ജോലി ചെയ്യുന്നത്. പ്രശ്നത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. വീട്ടമ്മയുടെ മനസ്സിൽ രൂപപ്പെട്ട ആശയങ്ങൾ ചിറകുകളായി രൂപപ്പെട്ടതാണ് പ്രദർശനത്തിനൊരുക്കിയ ചിത്രങ്ങളെന്ന് ഷാഫി പറമ്പിൽ MP. പ്രീതി രാധേഷ് വളയത്തിന്റെ ചിറകുകൾ ചിത്ര പ്രദർശനം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിറകുകൾ യഥാർത്ഥത്തിൽ പ്രദർശനത്തിനിടുന്ന പേര് മാത്രമല്ല, മറിച്ച് ചിത്രകാരിയുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ കൂടിയാണ് ഇവിടെ ചിറകടിച്ചു വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ വർണ്ണങ്ങളിൽ രൂപം കൊണ്ട ചിത്രങ്ങൾ കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. വടകര കച്ചിക ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച ചിത്ര പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. 100-ലധികം ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ട്. പുറന്തോട്ടത്ത് സുകുമാരൻ, അച്യുതൻ പുതിയടത്ത്, PK ഹബീബ്, VK പ്രേമൻ, രതീഷ് വളയം തുടങ്ങിയവർ MPക്കൊപ്പം പ്രദർശനത്തിൽ പങ്കെടുത്തു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. നല്ലൊരു വാർത്താ സന്ധ്യയുമായി നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം. ഹാപ്പി വെഡിംഗ് കല്ലാച്ചി. ഫോൺ 9526 477 466.